എന്നും രാവിലെ നനയ്ക്കുകയും വിശേഷം പറയുകയും ചെയ്തു വരവേ അവൻ ആ ചെടിയോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്, നിന്റെ പൂവിനായി ഞാൻ കാത്തിരിക്കുന്നുവെന്ന്. നിഷ്കളങ്കമായ അവൾ അവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവനായി ഒരു പൂ വിരിയിച്ചു നൽകി. ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് കരുതിയ പൂവിനെ അവൻ തൻ്റെ കൈക്കുമ്പിളിൽ കൊണ്ടു നടന്നു. താൻ സ്നേഹിക്കുന്ന പൂവിൻ്റെ ഇതളുകൾ വാടുന്നതറിയാതെ കൊണ്ടു നടന്ന അവൻ കയ്യിലിരുന്ന തൻ്റെ പൂവ് ശ്വാസം മുട്ടുന്ന കാര്യവും അറിയാതെ പോയി. ജീവൻ അറ്റുപോകുന്ന നിമിഷത്തിൽ പൂവ് അവനോട് പറഞ്ഞു, നിന്റെ സ്നേഹം തൻ്റെ ജീവൻ അപഹരിക്കുമെന്ന്. ഇത് കേട്ട അവൻ നിറക്കണ്ണുകളോടെ തൻ്റെ പൂവിനെ നോക്കി. അവളുടെ വാടിയ മുഖം കണ്ട അവൻ്റെ കണ്ണുകൾക്ക് അവളുടെ മുഖം വ്യക്തമായി കാണുവാൻ സാധിച്ചില്ല. എന്തിനും ഉത്തരങ്ങൾ ഉണ്ടായിരുന്ന അവന് പക്ഷേ ഉത്തരം ഇല്ലാതെ പോയി. താൻ കാരണം ജീവൻ നഷ്ടമാകുമെന്ന് കരുതിയ അവൻ തൻ്റെ പൂവിനെ ചെടിക്ക് തിരികെ നൽകാൻ ഒരുങ്ങി. അല്പം ജീവനുള്ള പൂവുമായി അവൻ ചെടിയുടെ അടുത്തേക്ക് ഓടി. തൻ്റെ പൂവിനെ സമ്മാനിച്ച അമ്മ ചെടി അവൻ്റെ കയ്യിലെ ജീവൻ വെടിയാറായ മകളെ നോക്കി പൊട്ടിക്കരഞ്ഞു. തൻ്റെ മകളെ നഷ്ടമായ അമ്മയുടെ ശാപം തലയിലേറ്റി വാങ്ങി ഉത്തരങ്ങൾ കിട്ടാതെ സ്വയം കുറ്റപ്പെടുത്തി അവൻ തൻ്റെ പൂന്തോട്ടം വെടിഞ്ഞു. പൂവിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തിരിച്ചറിയാതെ മൂഢമായ ചിന്തയിൽ സ്നേഹിച്ച അവന് അവൻ്റെ പൂവിനെ നഷ്ടമായി. നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ കൈക്കുള്ളിൽ കൊണ്ടു നടന്ന സ്നേഹം തുറന്നു കാണിക്കുവാനും പ്രകടിപ്പിക്കുവാനും ഉള്ളതാണെന്ന് പഠിപ്പിച്ച നിമിഷത്തിൽ പൊക്കോട്ടെ എന്ന അവളുടെ ചോദ്യത്തിന് അവൻ്റെ മനസ്സിലെ വേണ്ട എന്ന ഉത്തരം അവൻ മറച്ചു പിടിച്ചു. ഇന്നെൻ്റെ മുഖം കണ്ട സുഹൃത്ത് തൻ്റെ തമാശകൾ മൗനത്തിൽ വെടിഞ്ഞ് എന്തോ ഒന്ന് ചോദിക്കാൻ വിതുമ്പി. ആ ചോദ്യത്തിന് പതിവ് മറുപടി പറയേണ്ടി വരുമെന്ന് പേടിച്ച ഞാൻ എൻ്റെ കാവ്യമായ മുഖഭാവത്താൽ അവൻ്റെ ചോദ്യത്തെ നിസ്തലമാക്കി. ഹൃദയമേ, നീ എന്നോട് ക്ഷമിക്കുക, നിന്നെ ഞാൻ അറിയുന്നു.